നല്ല പച്ചമാങ്ങ ഇരിപ്പുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. എണ്ണമൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പച്ചമാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പച്ചമാങ്ങ ആണെങ്കിൽ 3 എണ്ണം എടുക്കാം. പിന്നെ അതുപോലെ തന്നെ പുളിയുള്ളതോ പുളിയില്ലാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിനി ഇത് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 3 മാങ്ങ എടുത്തിട്ടില്ല കേട്ടോ, 2 എണ്ണേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ അളവ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1-1.25 കപ്പ് ഉണ്ടാവും കട്ട് ചെയ്തതിന് ശേഷം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഈ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതങ്ങനെ ഒത്തിരി പുളിയുള്ള മാങ്ങയൊന്നുമല്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. നല്ല സോഫ്റ്റായിട്ട് വരണം, അത്രയും നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം കളയണ്ട, നമുക്ക് ഈ വെള്ളമൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് എടുത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും സോഫ്റ്റായി വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അതിനുശേഷം നന്നായിട്ട് ചൂടാറുമ്പോൾ നമുക്കിതിനെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ പച്ചമാങ്ങ വേവിച്ച് അതേ പാനിലേക്ക് തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പച്ചമാങ്ങയ്ക്ക് പുളി നല്ല കൂടുതലാണെങ്കിൽ പഞ്ചസാര കൂടുതൽ എടുക്കുക. അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാമാണ്. കുട്ടികൾക്കൊക്കെ നല്ല രസമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. ഇനി ഇതിനകത്ത് നമ്മൾ 1 ഇഞ്ച് കഷ്ണം വരുന്ന പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പട്ട പൊടിച്ച് ചേർക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ചേർത്താൽ മതി. ലാസ്റ്റ് എന്നിട്ട് ഇത് എടുത്ത് കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്, മധുരവും പുളിയൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇത് നമുക്ക് ഈ ഒരു കളറിൽ തന്നെ വേണമെങ്കിൽ കഴിക്കാം. ഞാൻ ഫോട്ടോ എടുക്കാൻ ഒരു ഭംഗി വേണ്ടിയിട്ട് മാത്രം ഞാൻ 2 ഡ്രോപ്പ് ഗ്രീൻ കളർ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഒരു നിർബന്ധമില്ല കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ശരിക്കും ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ, അതുകൊണ്ട് ആ ഒരു പച്ചമാങ്ങയുടെ കളർ കിട്ടാൻ വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വെന്തിട്ട് ഏകദേശം ഒരു ഒറ്റനൂൽ പരുവെന്നൊക്കെ പറയും, ആ ഒരു പരുവാകുന്നേരം വേവിച്ചെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് നോക്കാനായിട്ട് നമ്മളിങ്ങനെ ഒഴുകി പോവാത്തൊരു പരുവുണ്ടല്ലോ, അത്രയും നേരം വേവിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല എന്താ പറയുക, കുറുകി നന്നായിട്ട് ഇങ്ങനെ ഇതായിട്ട് വന്നിട്ട് നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് ഒഴുകി പോകുന്നില്ല, ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് ജാമ് കറക്റ്റായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഫുള്ളൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഇതിനൊരു ബോട്ടിലിനകത്താക്കി സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഒരു ചില്ല് ബോട്ടിലാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു ബോട്ടിലും കുറച്ച് വേറെ ബോട്ടിലും ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഉണ്ടാവും നമ്മൾ ആക്കി വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ആ ഒരു രീതി കാണിക്കാം കേട്ടോ. കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം മധുരമൊക്കെ ചേർത്തുകൊണ്ട് അങ്ങനെ ഭയങ്കര പുളിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു ബ്രെഡിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.